അതുകൊണ്ട് ഉമ്മർ മൗലവി അവിടെ എഴുതിയത് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറഞ്ഞിട്ടില്ല. നീ അത് കോട്ടി മാറ്റിയതാണ്. നീ അവിടെ പറഞ്ഞ വാചകം ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. എന്താണ്? സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കും അതേപോലെ തന്നെ ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്താ ഉമർ വലി സൽസബിൽ കൊടുത്തത്? ആ ഗതിമുട്ടിയ പ്രയാസമുള്ള സമയത്ത് ജിന്നിനെ വിളിച്ചാൽ, മലക്കിനെ വിളിച്ചാൽ എന്ത് ചെയ്യും? അവർ സഹായിക്കാൻ വന്നെത്തുമെന്നല്ല പറഞ്ഞത്. മറിച്ച് യാ ഇബാദല്ലാ, ഓടി തന്നെ വണ്ടി വരുമോ എന്ന് പറഞ്ഞ രൂപത്തിൽ ഒരു ഒച്ച അവിടെ പുറപ്പെടുവിക്കാൻ പറഞ്ഞത് ചെയ്താൽ അവിടെ എന്ത് ചെയ്യും? ആ പ്രതിസന്ധിയിൽ അവിടെ ആ മുഅ്മിനെ സഹായിക്കാൻ ആര് വരും? അള്ളാഹു തആല അവിടെ പ്രസന്റ് ആക്കിയ ആ അള്ളാഹു തആല അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ മലക്ക്, ഇനി അതിൽ പിൽക്കാലത്ത് പണ്ഡിതന്മാർ പറഞ്ഞ ജിന്ന്, ഈ മുസ്ലിം ജിന്നും ഒരു മലക്കും അവിടെ ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് എന്ത് ചെയ്യും? ആ അള്ളാഹിന്റെ കൽപ്പന പ്രകാരം ആ സഹായം ആ മുഅ്മിന് നൽകും എന്നതാണ് ഇതിലുള്ളത്. ഇനി കേട്ടോ, മൊഹീദ്ദീൻ ഷെയ്ഖെ എന്നെ രക്ഷിക്കണേ എന്ന അടിസ്ഥാനമാക്കി ആരെങ്കിലും മൊഹീദ്ദീൻ ഷെയ്ഖെ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല, അവൻ അതുമൂലം കാഫിറായി പോകും. ഇവിടെ വരെയാണ് ആരിസ് വായിച്ചത്. എന്തുകൊണ്ട് ആരിസ് അങ്ങനെ വായിച്ചെന്നറിയോ? ഞങ്ങള് ഇഷ്ടത്തിൽ കേരള മുജാഹിദീൻ്റെ സർക്കുലറിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്ന സമയത്ത് സൽസബിയിലെ ഈ ഉദ്ധരണി ഇവിടെ മാത്രം വായിക്കാൻ പാടില്ല, അതിൻ്റെ അപ്പുറത്ത് വായിക്കരുത് എന്നതാണ് ഞങ്ങളുടെ നിർദ്ദേശം. അതിൻ്റെ കാരണം, അതിൻ്റെ അപ്പുറത്ത് വായിച്ചാൽ ഒരു സൃഷ്ടിയോടും പേരെടുത്ത് പറഞ്ഞ് തേടുവാൻ ഇവിടെ ഉപദേശമില്ല. ഈ കഷ്ണൻ്റെ ആരിസ് കട്ട് വായിച്ച് എന്ത് ആരിസ് എനിക്ക് ഇത് വായിക്കാനുള്ള ധൈര്യമില്ലാത്ത? ഈ ലേഖനത്തിൻ്റെ അടിസ്ഥാനം വ്യക്തമാണ്. എന്ത്? ഇവിടെ ജിന്നുകളോടും മലക്കുകളോടും ഭൗതികമായൊരു സഹായമാകട്ടെ ആത്മീയമായൊരു സഹായമാകട്ടെ അത് ചോദിക്കാൻ ഈ ഹദീസിൽ തെളിവില്ല. ഉമർ വലിയുടെ സൽസബിയിൽ അബ്ദുറഹ്മാൻ പാലത്ത് എഴുതിയാലും തെളിവില്ല. പിന്നെ എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? ഇവിടെ എന്താ പറയുന്നത്? ഒരു സൃഷ്ടിയുടെയും പേരെടുത്ത് പറഞ്ഞ് തേടുവാൻ ഇവിടെ ഉപദേശമില്ല. അപ്പോൾ അവിടെ സൃഷ്ടിയുടെ പേരെടുത്ത് തേടിയാൽ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ എന്ത്? മൊഹീദ്ദീൻ ഷെയ്ഖെ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ല എന്ന് മാത്രമല്ല, അവൻ അതുമൂലം കാഫിറാവുകയും ചെയ്യും. അതേപോലെ അവിടെ ഒരാൾ ജിന്നേനെ രക്ഷിക്കണേ മലക്കേനെ രക്ഷിക്കണേ എന്ന് തേടിയാൽ അതുപോലെ അവനും കാഫിറാവും നമ്മൾ മൂലം എഴുതിയത്. അപ്പം ജബ്ബാർ വലിയുടെ ലേഖനപ്രകാരം സഹോദരങ്ങളെ അവിടെ ഷിർക്കാണെന്ന് വ്യക്തമായി. സൽസബിയിലോ ഷിർക്കിൻ്റെ പരാമർശമില്ല. ഇനി രണ്ടാമത്തെ, മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ അവിടെ സഹായം തേടിയാൽ എത്തുകയില്ല എന്ന് പറയാൻ കാരണം എന്താ? മൊഹീദ്ദീൻ ഷെയ്ഖ് ആലമുൽ ഗൈബിലാണ്, അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആലമുൽ ഗൈബിലാണ്. ആലമുൽ ഗൈബിൽ നിന്ന് മൊഹീദ്ദീൻ ഷെയ്ഖിന് ഒരിക്കലും നമ്മളെ വിളി കേട്ട് നമ്മളെ ഇങ്ങോട്ട് വന്ന് സഹായിക്കാൻ കഴിയില്ല. ഇതുപോലെ മലക്കൾക്ക് കഴിയില്ല, ജിന്നുകൾക്ക് കഴിയില്ല. എന്താ കാരണം? ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും, വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അല്ലാഹു തആല മസ്തജാബു ലക്ക് എന്ന് പറഞ്ഞ ആ ഒരു കൃത്യമായ ആദർശത്തെ മറികടന്നുകൊണ്ടാണ് ജബ്ബാർ മൗലവി ഒരു പുതിയ കായിക ഉണ്ടാക്കിയത്. അത് ദുർബല ഹദീസിൻ്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ജബ്ബാർ മൗലവി ലേഖനം ഈ ആയിബാദിൽ കൂട്ടിക്കുവയ്ക്കല്ല, ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് അവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനൊരു പുതിയ സിദ്ധാന്തം അവിടെ അവതരിപ്പിച്ചതാണ്. അപ്പം അതുകൊണ്ട് ജബ്ബാർ മൗലവിയെ ന്യായീകരിക്കാൻ സൽസബിയിൽ നീ എത്ര വായിച്ചിട്ടും കാര്യമില്ല. അതിൽ ഈ ഭാഗം വരെ വായിച്ചാൽ നിനക്കൊരു കച്ചിത്തുറുമ്പുണ്ട് എന്ന് തോന്നി, അതിലുമില്ല. അതിൻ്റെ അവസാനം നീ മൂടി വെച്ച ഭാഗം വായിക്കുന്നതോടുകൂടി അതിൻ്റെ അത്തയ്യാത്തിൽ ഒന്നുകൊണ്ട് മുറിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ കഥ ഇതാണ്. അപ്പോൾ 100 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ അഭൗതികവും ഭൗതികവും കാര്യകാല ബന്ധങ്ങൾക്ക് അതീതവും അധീനവും ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാകുക എന്നുള്ളതൊക്കെ കൃത്യമായി അന്നും ഇന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു മാറ്റമില്ല. മാറ്റം വരുത്തിയത് 2007 മുതൽ ജബ്ബാർ മൗലവിയാണ്. അതിനെ ജമിയത്തുൽ ഉലമ കൃത്യമായി തീരുമാനമെടുത്തപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി പുറത്താക്കപ്പെട്ട വിഭാഗമാണ് ഇപ്പോൾ അതിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ KNM അല്ല. ഞാൻ അതുകൊണ്ടാണ് ബോധ്യപ്പെട്ടപ്പോൾ തിരിച്ചു മടങ്ങിയത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.